അർഹതപ്പെട്ട കൂലി ചോദിച്ച് സമരത്തിനിറങ്ങിയ ആശാവർക്കർമാർ ദിവസങ്ങളായി കൊടും ചൂടത്ത് സമരപ്പന്തലിലാണ്. രാജാവിന്റെ ആളുകൾ അവരെ തിരിഞ്ഞു നോക്കിയില്ല. പോരാത്തതിന് അവരെ ചീത്ത വിളിച്ചും കളിയാക്കിയും പിന്തിരിപ്പിക്കാൻ നോക്കി. പെണ്ണുങ്ങളല്ലേ, പിന്നോട്ട് പോകുമെന്ന് കരുതി. പക്ഷേ അവരൊറ്റക്കെട്ടായി മുന്നോട്ട് പോയി. കാരണം അവർക്കറിയാം അവർക്ക് കിട്ടുന്ന കൂലി ഒന്നിനും മതിയാകില്ലെന്ന്. അവസരം മുതലാക്കി അവസരവാദികൾ അവർക്കൊപ്പം നിന്ന് കണ്ണീരൊഴുക്കി. ആശമാർക്ക് കാശ് കൊടുപ്പിക്കുമെന്ന് വീമ്പ് മുഴക്കി. സഹി കെട്ടപ്പോ രാജാവിന്റെ ആളുകൾ പറഞ്ഞു, ആശമാരുടെ ആശ കൂട്ടാൻ ഖജനാവിൽ വേണ്ടത്ര കാശില്ല എന്ന്. കാശ് തരേണ്ടത് കേന്ദ്രത്തിൽ നിന്നാണത്രേ. രാജാവിന്റെ പിറകെ കൂടിയ മീഡിയ തേനീച്ചകൾ അതോടെ കേന്ദ്രത്തിന്റെ പിറകെ പോയി. കേന്ദ്രത്തിലെ വേന്ദ്രമാർ കണക്കും കവടിയും വെച്ച് തീർത്തു പറഞ്ഞു, കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു, ഇനിയുള്ളതും കൊടുക്കുമെന്ന്. നാട്ടുരാജാവും കേന്ദ്രവീരന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കുകൾ കാട്ടുമ്പോൾ ഇടയ്ക്ക് നിന്ന പാവം ആശകളുടെ ആശ കെട്ടു. ചോദിച്ചത് കൂലിയല്ലേ, ചെയ്യുന്ന പണിയുടെ വിലയല്ലേ. കൈയിട്ട് വാരാനും കാലുവാരാനും അവർക്കറിയില്ലല്ലോ. മൂലയിലിരുന്ന് വേണ്ടതിന് സമരം ചെയ്യുന്നവർ വെറുക്കപ്പെട്ടവർ, റോഡിൽ കയറി വണ്ടികൾ തടഞ്ഞ് പന്തൽ കെട്ടുന്നവർ വേണ്ടപ്പെട്ടവർ. അല്ലെങ്കിലും ഇതൊക്കെ ആരോട് പറയാനാ? നമ്മുടെ ആശമാരെ ഈശ്വരൻ കാക്കട്ടെ. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.